മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ചെക്ക് പോസ്റ്റ് തലപ്പാടി ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഈ മണ്ഡലത്തിലാണ്. മംഗലാപുരത്തു നിന്നും 21 കിലോമീറ്റർ മാത്രമാണ് ഈ മഞ്ചേശ്വരത്തേക്ക് ദൂരമുള്ളത്. 1957 മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം നിലവിൽ വരുന്നത്. അതായത് കേരള സംസ്ഥാനത്തിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം ഉണ്ട് എന്നതാണ് ചരിത്രം. മഞ്ചേശ്വരം, കുമ്പള, വർക്കടി, മീഞ്ച, മംഗൽപാടി, പൈവളിക, പുത്തികെ, എന്മകച്ച് എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ മണ്ഡലം. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ എം ഉമേഷ് റാവു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. ഇത് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു പ്രത്യേകത കൂടിയാണ് എന്നതിൽ തർക്കമില്ല. മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും കോട്ടയെന്നാണ് മഞ്ചേശ്വരം അറിയപ്പെടുന്നത്. നിലവിൽ മുസ്ലിം ലീഗിൻ്റെ AKM അഷ്റഫാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 745 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് AKM അഷ്റഫ് നിയമസഭയിലേക്ക് വിജയിക്കുന്നത്. അന്ന് 65,758 വോട്ടാണ് AKM അഷ്റഫ് നേടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ BJPയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നേതാവ് K സുരേന്ദ്രൻ 65,013 വോട്ടുകളാണ് നേടിയത്. ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച CPM നേതാവ് VV രമേശൻ 40,633 വോട്ട് മാത്രമാണ് മഞ്ചേശ്വരത്ത് നേടിയത്. അതായത് മുസ്ലിം ലീഗും BJPയും UDFും NDAയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. എന്നാൽ 2006 CPMൻ്റെ CH കുഞ്ഞമ്പു മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട് എന്നതും ചരിത്രമാണ്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് ക്രമാതീതമായി വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ്. 2016 PB അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗ് നേതാവ് കേവലം 89 വോട്ടുകൾക്ക് മാത്രമാണ് മഞ്ചേശ്വരത്ത് നിന്നും വിജയിച്ചു വന്നത്. അന്നും രണ്ടാം സ്ഥാനത്ത് BJP ആയിരുന്നു. തുടർന്ന് PB അബ്ദുൾ റസാഖിൻ്റെ മരണത്തെ തുടർന്ന് 2019 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് മുസ്ലിം ലീഗ് നേതാവ് MC കമറുദ്ദീന് പക്ഷേ 7,925 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു എന്നതും ചരിത്രമാണ്. അതായത് മഞ്ചേശ്വരം മണ്ഡലം BJPയും NDAയും അല്ലെങ്കിൽ BJPയും UDFും തമ്മിൽ നേർക്കുനേർ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. BJP വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം എന്നതിൽ തർക്കമില്ല. 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ രംഗത്തിറക്കും. അതായത് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം ആഞ്ഞു പിടിച്ചാൽ ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് BJP ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാം അനുകൂലമാകും. അതോടൊപ്പം തന്നെ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFിന് വേണ്ടി AKM അഷ്റഫ് തന്നെയായിരിക്കും ജനവിധി തേടുക എന്നതിൽ തർക്കമില്ല. മറുഭാഗത്ത് കഴിഞ്ഞ തവണ K സുരേന്ദ്രനായിരുന്നു BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഇത്തവണ ആരായിരിക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും BJP ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPക്ക് ജയിച്ചു കയറാൻ കഴിയുമോ അതോ അല്ലെങ്കിൽ UDFിന് മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും തീപ്പാറുന്ന മത്സരത്തിനായിരിക്കും 2026 മഞ്ചേശ്വരം സാക്ഷ്യം വഹിക്കുക. മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ വിശേഷണങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. മഞ്ചേശ്വരത്തിൻ്റെ ഒരു പൊതുചിത്രം മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നവർ ആരാണ്, എന്താണ് മഞ്ചേശ്വരത്തിൻ്റെ നിലവിലെ സാഹചര്യം തുടങ്ങിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.